Dear students, how are you? Are you happy? Dear students, okay. I welcome all of you in today's English class. Okay, let us start. Welcome all of you our first chapter, our English class. How far is the river? Let us start our first chapter. How far is the river? Okay, do you have any story? Do you interest to read stories? I mean, നല്ല ഒരുപാട് കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷിൽ തന്നെ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഹാരി പോട്ടർ അല്ലേ, 6ാം ക്ലാസ്സിലൊക്കെ യാസുകി ചാൻ, ടോട്ടോ ചാൻ്റെ. ഇവിടെ പ്രകൃതിയിൽ മനോഹരമായ ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? How is it? We are going to visit a beautiful river. Story. A boy set out a trip to a river to appreciate the beauty of nature. When does he go? What does he see there? How does he feel? എങ്ങനെയായിരിക്കും ആ കുട്ടി റിവറിലേക്ക് യാത്ര ചെയ്തത്? ആ കുട്ടിയുടെ യാത്രയെ എത്രത്തോളം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയും? എന്തൊക്കെ ഫീലിങ്സ് ആയിരിക്കും ആ കുട്ടിക്ക് ഈ യാത്രയിൽ ഉണ്ടാകുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. The boy was young and the river was small, but the mountain was big. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? Between the boy and the river. Between, what's the meaning of between? ഇടയിൽ അല്ലേ? അപ്പോൾ between the boy and the river എന്തുണ്ട്? There is a mountain. അവിടെ രണ്ടിൻ്റെയും നടുവിലായിട്ട് ഒരു പർവ്വതം ഉണ്ട്. ദ ബോയ് വാസ് യങ്. അപ്പൊ നമ്മുടെ കുട്ടിയെ കുറിച്ച് പറയാണ്. എങ്ങനത്തെ ബോയ് ആണ്? ഹി വാസ് എ യങ് ആൻഡ് എനർജറ്റിക് ബോയ്. ആൻഡ് ദ റിവർ വാസ് സ്മോൾ. റിവർ, പുഴ എന്താണ്? ചെറിയ ഒരു നദിയാണത്. ബട്ട് എന്നാലോ ദ മൗണ്ടെയിൻ വാസ് ബിഗ്. അപ്പൊ ഹൗ വാസ് ഇറ്റ്? ദ ബോയ് ഇൻ ബിറ്റ്വീൻ ദ റിവർ ആൻഡ് ദ മൗണ്ടെയിൻ. ദ റിവർ വാസ് എ സ്മോൾ, ബട്ട് ദ മൗണ്ടെയിൻ ഈസ് എ ഹ്യൂജ്, ബിഗ്. So what's the problem? How he can see the river? Very difficult because the big mountain is hiding the river. Understand? The thickly forested mountain hid the river, but the boy knew it was there. Okay? I want to make sure you all are having your textbook, and where I am reading, the same way you also follow me. Okay, where I am reading our textbook, page number 9, the second paragraph, the thickly forested mountain hid the river. എന്താണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ. അപ്പൊ ആ മൗണ്ടെയിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനത്തെ മൗണ്ടെയിൻ ആണ്? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ. ഫോറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വനനിബിഡമായ അല്ലെ, കാട് പിടിച്ച. അതെങ്ങനത്തെ കാടാണ്? തിക്ലി, ഇടതൂർന്ന, ഇടുങ്ങിയ, തിങ്ങിയ കാടുകൾ അല്ലെ. അങ്ങനെയുള്ള കാടുകളുള്ള ആ ഒരു മൗണ്ടെയിൻ എന്തായിട്ടുണ്ട്? ഹിഡ് ദ റിവർ. നേരത്തെ പറഞ്ഞ പോലെ ഹിഡ് എന്ന് പറഞ്ഞ മീനിങ് ഹൈഡ്, ഒളിക്കുക അല്ലെ. അപ്പൊ ഹിഡ് ഒളിച്ചു, അഥവാ അതിനെ ഒളിപ്പിച്ചു എന്നർത്ഥം. ഏതിനെ? ഈ റിവറിനെ, ഈ മൗണ്ടെയിൻ ഒളിപ്പിച്ചു. ബട്ട് എന്നാലോ ദ ബോയ് ന്യൂ. ബോയ് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോ എന്ന് പറഞ്ഞാൽ അറിയുക. KNOW, നോ. നിങ്ങൾ കുറിച്ച് വെക്കണേ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ. KNOW, നോ. അപ്പൊ ഇവിടെ ന്യൂ അതിന്റെ പാസ്റ്റൻസ് ആണ്. ബട്ട് ദ ബോയ് ന്യൂ. ബോയ് അറിഞ്ഞു എന്ത്? ഇറ്റ് വാസ് there. എന്ത് അവിടെ ഉണ്ട് എന്ന്? ഇറ്റ് വാസ് there. അവിടെ ഉണ്ട് എന്ത്? there is a river. He had never seen the river with his own eyes. Who had? He has. അവൻ ഒരിക്കലും, he has never seen, ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോ who was എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം? The boy was. നമ്മളിവിടെ ആരെ പറ്റിയാ പറയുന്നത്? ബോയിയെ കുറിച്ചാണ്. The boy was
ദ ബോയ് ഹാഡ്, ബോയ്സ് എന്നല്ല പറയുന്നത്, ഹാഡ് എന്നാണ്. ബോയ്സ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ദ ബോയ് ഹാഡ് നെവർ, ഒരിക്കലും ഹാഡ് നെവർ സീൻ, കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്, ആരുടെ കണ്ണുകൊണ്ട്? വിത്ത് ഹിസ് ഓൺ ഐസ്. വിത്ത് മൈ ഓൺ ഐസ് പറഞ്ഞാൽ എന്റെ കണ്ണുകൊണ്ട്. വിത്ത് ഹിസ് ഓൺ ഐസ് എന്ന് പറയുമ്പോ ഇതാ ഇവിടെ ഇപ്പൊ ആരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? മിഥിലാജ് അല്ലെ. അപ്പൊ മിഥിലാജ് ഹിസ് ഓൺ ഐസ്, മിഥിലാജിന്റെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ. എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കില്. ഞാൻ വായിക്കുന്ന ഭാഗം നിങ്ങൾ അപ്പൊ തന്നെ എന്റെ കൂടെ വായിച്ചാലാണ് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വായിക്കാൻ കഴിയൂ. ബട്ട് ഫ്രം ദ വില്ലേജസ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. ബട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ബട്ട് എന്നാൽ, നമ്മൾ സാധാരണ ഒരു കാര്യം പറഞ്ഞിട്ട് ബട്ട് എന്നാൽ എന്താണ് സംഭവം? ഫ്രം ദ വില്ലേജേഴ്സ്, ഫ്രം ദ വില്ലേജസ് ആരിൽ നിന്നാണ്? ഈ ഗ്രാമീണരിൽ നിന്ന്. വില്ലേജസ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണർ അല്ലെ. ഫ്രം ദ വില്ലേജസ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ് എന്താ രണ്ടിന്റെ വ്യത്യാസം? നമ്മൾ കേൾക്കുമ്പോ ഹാഡ് ഹേർഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹാഡ് ഉണ്ടായിരുന്ന, ഹേർഡ് കേട്ടിട്ട്. അപ്പൊ ഹാഡ് ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്ന. ആര്? വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. ഏതിനെ കുറിച്ച്? ഈ പുഴയെ കുറിച്ച് വില്ലേജേഴ്സിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ. ഏതിന്റെ? ഓഫ് ദ ഫിഷ്. ഫിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മത്സ്യങ്ങളില്ലേ. ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്, ആ വെള്ളത്തിലുള്ള, ഏത് വെള്ളത്തിലെ? ദാറ്റ് റിവർ, ആ റിവർ വെള്ളത്തിലുള്ള മത്സ്യത്തെ കുറിച്ചും. ആൻഡ് ഓഫ്, പിന്നെ ഇതിനെ കുറിച്ച്? ഓഫ് ഇറ്റ്സ് റോക്സ്, അവിടെയുള്ള പാറകളുണ്ട്. ഈ നദിക്കരയിലൊക്കെ ചില സ്ഥലത്ത് പാറകൾ ഉണ്ടാവും. ഇവിടെ പാറയൊക്കെ ഉള്ള ഒരു കാട്ടിന്റെ അടുത്തുള്ള അങ്ങനത്തെ ഒരു നദിയാണ്. ഇറ്റ്സ് റോക്സ്, അതും കേട്ടിട്ടുണ്ട്. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ഹൂ വിഷ്? അവിടെയാണ് ചോദ്യം. ഹൂ വിഷ്? അവർ ബോയ്. ഹൂ ഇസ് അവർ ഹീറോ ഓഫ് ദി സ്റ്റോറി? ദ ബോയ്. അപ്പോ ദ ബോയ് വിഷ്ഡ്, നമ്മൾ എന്തിനാണ്? ആഗ്രഹിക്കുന്നു അല്ലെ. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. വിഷ്ഡ് ആഗ്രഹിച്ചു. അപ്പൊ അതിന്റെ പാസ്റ്റൻസ് ആണ്. ഓരോന്ന് വാക്കിലും നിങ്ങൾ മനസ്സിലാക്കണം. വിഷ്ഡ് ടു ടച്ച്, എന്തിന്? ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. ദ വാട്ടർ, ആ വെള്ളം. ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അവന് പേഴ്സണലി വ്യക്തിപരമായിട്ട് അറിയാവുന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റക്ക് ആ നദിയെ കുറിച്ച് പോയിട്ട് റെഡിക്ക് മനസ്സിലാക്കാനുള്ള അവൻ നന്നായി ആഗ്രഹിച്ചു എന്നർത്ഥം. നിങ്ങളാണെങ്കിൽ ആഗ്രഹിക്കൂലേ? അതേപോലെ ബോയ് ആഗ്രഹിച്ചു എന്നർത്ഥം. അപ്പൊ നമ്മളെ രണ്ട് പാരഗ്രാഫ് ഇപ്പൊ ഞാൻ വായിച്ചത് അല്ലെ. ആ രണ്ട് പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൽ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? എല്ലാ കാര്യങ്ങളും സിമ്പിൾ അല്ലേ. എന്നിട്ട് അവിടെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? വാട്ട് പ്രിവെന്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് പ്രിവെന്റഡ്. എന്താണ് പ്രിവെന്റ്? എന്നാ തടയുക. വാട്ട് പ്രിവെന്റഡ്, എന്താണ് തടഞ്ഞത്? ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ, ഈ കുട്ടിക്ക് നദി കാണുന്നതിന് എന്ത് തടസ്സമാണ് അവിടെ? എന്താണ് അത് തടയപ്പെട്ടതെന്ന്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ വായിച്ചിട്ടുള്ളത് there is a mountain in between the river and the boy. അപ്പൊ എന്തായിരിക്കും അവിടെ തടയപ്പെട്ടിട്ടുണ്ടാവുക? there is a big mountain hid the river. Okay? അപ്പൊ that mountain prevented the boy to see the river. ആ കുട്ടിക്ക് നദി കാണുന്നതിന് പ്രിവെന്റഡ് ആയിട്ടുള്ള, തടസ്സമായി നിന്നിട്ടുള്ളത് എന്താണ്? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ ദർ ഈസ് എ ബിഗ് മൗണ്ടെയിൻ. ഓക്കെ, ലെറ്റ് മീ റീഡ് ദ നെക്സ്റ്റ് 2 paragraphs for you. You have to listen carefully first. After that, you have to read it. How I read for you, the same way you have to read. You have to check the spelling, the pronunciation, and all the order. Okay? Let us start. Are you ready? Okay. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. The next para. It was 11 o'clock
and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. Here was the opportunity he had waited for. His mother and father had gone to visit for the entire day and had left him on his own. If he came home before dark, before they returned, they wouldn't know whether, so he wouldn't know where he had been. Okay? So, you read it carefully, and all the words and sentences you have to understand, you have to realize what it is said. So, one by one, I will explain to you very clearly, so you have to understand carefully. Let me explain for you. He stood in front of his house on the hill. He stood. Who stood? The boy stood. What's the meaning of stood? You know stand? Yes, stand, നിൽക്കുക. അപ്പൊ സ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണെന്ത്? stood, നിന്നു. അപ്പൊ he stood. In front of എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ആണ്. In front of എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്നാണ്. നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? In front of. അപ്പൊ in front of his house. ഏതിന്റെ മുമ്പിലാണ് അവൻ നിൽക്കുന്നത്? അവന്റെ വീട്ടിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. സ്റ്റുഡ്, നിന്നു, അല്ലേ? അവിടെ നിന്നു. ഓൺ ദ ഹിൽ, എവിടെ? ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. ഓൺ ദ ഹിൽ, ഏത് കുന്നിലാണ് അവൻ നിൽക്കുന്നത്? ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എതിർദിശയിൽ. ആ മൗണ്ടെയിൻ, പർവ്വതത്തിന്റെ എതിർദിശയിലുള്ള ആ കുന്നിൽ ചരിവിലാണ് അവന് നിൽക്കുന്നത്. And gazed across the valley. എന്താണ് ഗെയ്സ്ഡ് എന്ന് പറഞ്ഞാല്? ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലായി. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എനിക്കറിയാം ആ വാക്ക്, അല്ലേ? നിങ്ങൾക്ക് അറിയാത്ത വാക്കാണ്. ഗെയ്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തെ പ്രത്യേകം ശ്രദ്ധയോടെ നോക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ പിന്നെ ഒരു കാര്യത്തെ എന്തിനെങ്കിലും പ്രത്യേകമായിട്ട് ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നതിനാണ് ഗെയ്സ്ഡ് എന്ന് പറയാം. അപ്പൊ ഹി ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. അവൻ ആ താഴ്വരയിലേക്ക്, വാലി താഴ്വരയിലേക്ക് ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് ഡ്രീമിംഗ് ഓഫ് ദ റിവർ. എന്തിനാണ്? ഈ നദിയെ അവൻ സ്വപ്നം കാണുകയാണ്. ഡ്രീമിംഗ്, അല്ലേ? അവന് യഥാർത്ഥത്തിൽ നദിയല്ലേ അവന്റെ സ്വപ്നം. അവൻ ഡ്രീമിംഗ് ഓഫ് ദ റിവർ. റിവറിന്റെ ഒരു സ്വപ്നം അവനിങ്ങനെ കാണാൻ. ഹി വാസ് അബൌട്ട് 12 years old. അപ്പൊ നമ്മുടെ കുട്ടിക്ക് എത്ര വയസ്സായി? അവന് പ്രായമുള്ള ആളാണോ, ചെറിയ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹൗ വാസ് ദ ബോയ്? ഹി വാസ് അബൌട്ട് 12 years old എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പ്രായമുള്ള കുട്ടിയാണ്, അല്ലേ? ഹി വാസ് 12 years old. നിങ്ങൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഇനി എങ്ങനെ പറയാൻ കഴിയും? എത്ര ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കും നിങ്ങളോട്, അല്ലെ? ഹൗ ഓൾഡ് ഹി, അവൻ എത്ര വയസ്സായി? അപ്പോൾ ഹി വാസ് അബൌട്ട് 12 years old എന്ന് നമ്മൾ പറയും. സ്റ്റേഡി ബോയ്. ഇനി എങ്ങനത്തെ കുട്ടിയാണ്? സ്റ്റേഡി ബോയ്. സ്റ്റേഡി എന്ന് പറഞ്ഞാൽ നല്ല ശക്തനായ എന്നാണ്. സ്റ്റേഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ. പിന്നെ അവന്റെ മുടി രൂപമൊക്കെ എങ്ങനെയാണ്? അൺടൈഡി, അത്ര ഒതുക്കിയൊന്നും വെച്ചിട്ടില്ലാത്ത മുടിയൊക്കെ ഇങ്ങനെ, എന്നെ പോലെയൊക്കെ ഇങ്ങനെ ഇട്ട്. എന്റെ മുടി അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ നിങ്ങൾ ചില മുടിയൊക്കെ നിങ്ങൾ കാണൂലേ, ആകെ ഇങ്ങനെ പിന്നെ എന്താണ്, പിന്നെ കൃത്യമായിട്ട് അടുക്കിയൊന്നും വെക്കാതെ അങ്ങനെയുള്ളതിനാണ് അൺടൈഡി ബ്ലാക്ക് ഹെയർ. നല്ല കറുത്ത ഒതുക്കി വെക്കാത്ത മുടിയാണ്. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഇങ്ങനെയുള്ള കണ്ണുകളാണ്. ഷൈനിങ്, നല്ല തിളങ്ങുന്ന, ബ്ലാക്ക്, നല്ല കണ്ണുകൾ, അല്ലേ? ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്, ക്ലിയർ ഷോൺ ബ്രൗൺ സ്കിൻ. ഹി ഹാഡ് എ ഫൈൻ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് പറഞ്ഞതാണ് നമ്മുടെ പ്രത്യേക സവിശേഷത. നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ ഉണ്ടാകുന്ന ആ ഭംഗിയില്ലേ, അതിനാണ് പ്രത്യേകതക്കാണ് ഫീച്ചേഴ്സ് പറയുക. ആൻഡ് ക്ലിയർ, നല്ല ക്ലിയർ ആയിട്ടുള്ള, അത് പറയണ്ടല്ലോ. ബ്രൗൺ സ്കിൻ, അപ്പൊ അവന്റെ തൊലിയും നല്ല ബ്രൗൺ സ്കിന്നാണ്. എന്നാലോ ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അവന്റെ ബട്ട് നമ്മൾ പറഞ്ഞില്ലേ, എന്നാൽ ഹിസ് ഹാൻഡ്സ്, അവന്റെ കൈകൾ, അല്ലേ? ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽ, പാദങ്ങൾ, അല്ലേ? അതൊക്കെ എങ്ങനെയാണ്? റഫ്, വളരെ പരുക്കനാണ്. എന്താ വെച്ചാൽ കാട്ടിൽ അങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കുന്നതായിരിക്കും. ആൻഡ് സ്ക്രാച്ച്ഡ്, അതിനൊക്കെ സ്ക്രാച്ച് വീണിട്ടുണ്ട് എന്ന് അർത്ഥം, അല്ലേ? ഇങ്ങനെ സ്ക്രാച്ച് വീഴുക എന്ന് പറഞ്ഞാൽ അവിടെ പാടുകളൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലേ? ഹി വാസ് ബെയർ ഫൂട്ടഡ്. അടുത്ത അവനെ പറ്റി എന്താ പറയുന്നത്?
ഈ ബെയർ ഫൂട്ടഡ് എന്നുള്ള വാക്കും നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ? ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്ന നഗ്നപാതനായി എന്ന അർത്ഥമാണ് ബെയർ ഫൂട്ടഡിന് ഉള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ ഈ ബെയർ ഫൂട്ടഡ് ആയിരിക്കുന്നത്? വൈ ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്ന് ചോദിച്ചാൽ ബിക്കോസ് കാരണം ഹി കുഡിൻ എഫോർഡ് ഷൂസ്. ഹി കുഡിൻ എഫോർഡ് ഷൂസ്. ഹി കുഡിൻ കഴിയാത്തത് കൊണ്ട്, എഫോർഡ് ഷൂസ്. ഇവന് ഒരു ഷൂ വാങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല കുഡിൻ എഫോർഡ് ഷൂ, ബട്ട് എന്താണ്? ബിക്കോസ് ഹി ലൈക്ക്ഡ് ദ ഫീൽ ഓഫ്. ഇവൻ ഇഷ്ടപ്പെടുകയാണ്. നമ്മളും ഇഷ്ടപ്പെടൂലേ? നമ്മളെ മുറ്റത്ത് നമ്മളെ പിന്നെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഗാർഡനിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ നല്ല ഷൂ വലിയ ചെരുപ്പിലിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു കൂൾനെസ് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ? നമ്മുടെ കാലിന് അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവും, പുല്ലിലൊക്കെ ചവിട്ടുമ്പോൾ അല്ലേ? അതാണ് നമ്മളിപ്പോൾ രാവിലെ നിങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നടക്കണം കേട്ടോ, ചെരുപ്പില്ലാതെ. ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ്. ആ നല്ല ചൂടുള്ള ചൂട് കല്ലുകളുടെ സുഗന്ധം അവൻ അറിയണം. ആൻഡ് കൂൾ ഗ്രാസ്. ഇതിൻ്റെ നല്ല തണുത്ത ആ പുല്ലുകളുടെ ഗ്രാസ് അവന് അറിയണം. ഇനി അപ്പോൾ അടുത്ത പാരഗ്രാഫ് അല്ലേ? ആ ഒരു പാരഗ്രാഫോട് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് വാസ് 11 o'clock ആൻഡ് ഹി ന്യൂ ഹിസ് പാരൻസ് വുഡ് ഇൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. ഇപ്പൊ സമയം എത്രയായി? 11 o'clock. അപ്പൊ 11 o'clock എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? ഇപ്പൊ രാവിലെ 11 മണി അല്ലേ? ആൻഡ് ഹി ന്യൂ, നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂവിന്റെ അർത്ഥം നോ അറിയുക, ന്യൂ അറിഞ്ഞു. ആൻഡ് ഹി ന്യൂ, അവൻ അറിഞ്ഞു എന്ത്? ഹിസ് പാരൻസ്. ഹൂസ് പാരൻസ്? ഹിസ് പാരൻസ്. ഹിസ് മീൻസ് ദ ബോയ്. അപ്പോൾ ദ ബോയ്, ബോയുടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ അതിന് പ്രോനൗൺ എന്നാണ് പറയുക. ആ ബോയ് എന്ന് പറയുന്നതിന് പകരം ഹി, അവന്റെ, ഹിസ് അവന്റെ എന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണത്. ബോയ് ന്യൂ ഹിസ് പാരൻസ്, അവന്റെ മാതാപിതാക്കൾ വുഡിൻ റിട്ടേൺ ഹോം. വുഡിൻ എന്ന് പറഞ്ഞാൽ വിൽ എന്നതിന്റെ പാസ്റ്റൻസ് ആണ് വുഡ്. അപ്പം വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ വരില്ല എന്നാണ്. വുഡിൻറ്റ്, വുഡ് നോട്ട് എന്നുള്ളത് നമ്മൾ കോൺട്രാക്ട് ഫോമിൽ എഴുതിയതാണത് വുഡിൻറ്റ്. അപ്പം കോൺട്രാക്ട് ഫോം എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. WOULD എന്ന് എഴുതിയിട്ട് നോട്ട് എന്നുള്ളത് നമ്മൾ കുഡ് നോട്ട് എന്ന് പറയും അല്ലേ? ഡോണ്ട് എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഡു നോട്ട്. അപ്പോൾ ഡു എന്നിട്ട് ആ NOT എന്നുള്ളതിന്റെ എന്നിന്റെ അടുത്തൊരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എഴുതുമ്പോൾ അങ്ങനെയുള്ളതിനാണ് കോൺട്രാക്ട് ഫോം എന്ന് പറയാം. പേരൻസ് വുഡിൻ റിട്ടേൺ ഹോം. വുഡിൻ വരാൻ സാധ്യതയില്ല. ഇതില് ടിൽ ഈവനിങ്, ടിൽ എന്ന് പറഞ്ഞാൽ വരെയെന്ന, ഏത് വരെ? ടിൽ ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനിടയിൽ, അതിന്റെ ഇടയിൽ, ടിൽ അതിനിടയിൽ, വൈകുന്നേരത്തിനിടയിൽ ഇവന്റെ മാതാപിതാക്കൾ തിരിച്ചു വരാനിടയില്ല എന്ന് അവൻ അറിഞ്ഞു. ദർ വാസ് എന്തുണ്ട്? എ ലോഫ് ഓഫ് ബ്രെഡ്. ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡിന്റെ ഒരു പാക്കില്ലേ, പീസസ് ആയിട്ടുള്ള, അതിനാണ് നമ്മൾ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയും. നമ്മളിനി പീടികയിൽ പോയിട്ട് നിങ്ങൾ ബ്രെഡിന് പറയുമ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എന്നല്ല, ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പുതിയ അറിവില്ലേ? ലോഫ് ഓഫ് ബ്രെഡ്, ആ പീസസ് ആയിട്ടുള്ള ബ്രെഡ്. ലോഫ് ഓഫ് ബ്രെഡ് ഹി കുഡ് ടേക്ക് വിത്ത് ഹിം. അവൻ അവന്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കുഡ് ടേക്ക് വിത്ത് ഹിം. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ടേക്ക് വിത്ത് ഹിം, അവന്റെ കയ്യിൽ കരുതി. ആൻഡ് പിന്നെ എന്ത് ചെയ്തു? ഓൺ ദ വേ, വഴിയിൽ. ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിൽ. ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. അവൻ എന്ത് കരുതി? ഹി മൈറ്റ്, മേ എന്നതിന്റെ പാസ്റ്റൻസ് ആണ് മൈറ്റ്. അപ്പോൾ എന്ത് കരുതി? മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. കുറച്ച് ഫ്രൂട്ട്സുകൾ വഴിയിൽ നിന്ന് ശേഖരിക്കാം എന്നവൻ കരുതി. ശേഖരിച്ചിട്ടുണ്ട് എന്നല്ല, മൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ആയേക്കാം, അവന് ശേഖരിച്ചേക്കാം, അതിന് വഴിയിൽ ഫ്രൂട്ട് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി. എന്താണ് ഓപ്പർച്യൂണിറ്റിയുടെ അർത്ഥം? അവസരം അല്ലേ? ഹിയർ വാസ്, ഇവിടെ അവനൊരു ഓപ്പർച്യൂണിറ്റി, അവസരം കൈവരികയാണ്. ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. എങ്ങനത്തെ അവസരം? ഹി ഹാഡ് വെയിറ്റഡ് ഫോർ, അവൻ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. നേരത്തെ ഹാഡിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു അല്ലേ? ഹി ഹാഡ് വെയിറ്റഡ് ഫോർ, ഉണ്ടായിരുന്ന, കാത്തിട്ടുണ്ടായിരുന്ന. ഹിസ് മദർ ആൻഡ് ഫാദർ, അപ്പൊ പേരൻസ് എന്ത് ചെയ്തു? ഹാഡ് ഗോൺ ടു വിസിറ്റ്. ഹാഡ് ഗോൺ എന്നുള്ള പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും, അല്ല പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്നാണ് പറയുക. ടെൻസുകളെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും വിശദമായിട്ട്. ഇപ്പൊ നിങ്ങൾ അത്ര മനസ്സിലാക്കുക. ഹാഡ് ഗോൺ, ഹാസ്, ഹാവ്, ഹാഡ്, 3 രൂപമാണല്ലേ ഉണ്ട് എന്നാൽ അത് ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഫാദർ ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന ഒരു സംഗതി എന്താണ്? അപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ല, എന്നാൽ മുമ്പ് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. അതാണ് അതിന് ഹാഡ് ഗോൺ ടു വിസിറ്റ്. എന്തിനെ? കാണാൻ വേണ്ടി. റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ. അപ്പോൾ ഈ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി അവർ പോയി. എൻറ്റയർ ഡേ എന്ന് വെച്ചാൽ ആ ദിവസം മുഴുവൻ. അവർ ആ ദിവസം മുഴുവൻ ഈ കാണുന്ന യാത്രക്ക് എടുക്കുമെന്ന് അവൻ മനസ്സിലാക്കി. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം, പിന്നെ ഹാഡ് വന്നിട്ട് ഹാഡ് ലെഫ്റ്റ്, അതേ ഫോമാണ്.
എന്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓൺ ഹിസ് ഓൺ, അവനെ തനിച്ച്. നേരത്തെ പറഞ്ഞ പോലെ ഹിസ് ഓൺ, മൈ ഓൺ, യുവർ ഓൺ, സ്വന്തമായി അവനെ മാത്രം അവിടെ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ഇഫ് ഹി കെയിം ഹോം, ഇഫ് ഹി കെയിം ഹോം, ആര്? അവൻ തിരിച്ച് അവൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ഇരുടാകുന്നതിന് മുമ്പ് അവൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, കെയിം ഹോം ബിഫോർ ദേ റിട്ടേൺ, ആര്? മാതാപിതാക്കൾ വരുന്നതിന് മുമ്പേ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ദേ വുഡിൻ നോ, വുഡ് നോട്ട്, ദേ വുഡിൻ നോ, അവർക്കറിയാൻ കഴിയില്ലായിരുന്നു എന്ത്? വേർ ഹി ഹാഡ് ബീൻ. വീണ്ടും ഹാഡ് ബീൻ വന്നു അല്ലേ? അവൻ എവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയാൻ കഴിയില്ലായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫുകൾ, ഞാനിപ്പോൾ വായിച്ച പാരഗ്രാഫുകളൊക്കെ തന്നെ ഞാൻ വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് തുടക്കം തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായി മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി ഈ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് സംശയ നിവാരണം വരുത്താൻ എവറി ടൈം ഐ ആം റെഡി ഫോർ യു. ഓക്കെ ഗൈസ്? ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഇനിയിപ്പോൾ ഇതിൽ നമ്മളുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നിങ്ങളൊന്ന് നോക്കിയാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ഹിസ് വില്ലേജേഴ്സ്? വാട്ട് ഡിഡ്, അപ്പോൾ ക്വസ്റ്റ്യന്റെ ആ ക്വസ്റ്റ്യൻ വേർഡുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നില്ല, ഏത് ക്വസ്റ്റ്യനിലും വാട്ട്, വിച്ച്, ഹൂ, ഹൗ എന്നൊക്കെയാണ് വരിക അല്ലേ? അപ്പോൾ വിച്ച് എന്ന് പറയുമ്പോൾ ഏത്, ഇവിടെ വാട്ട്, എന്ത്. വാട്ട് ഡിഡ് ദ ബോയ്, ബോയ് ചെയ്തത് അല്ലേ? ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള അർത്ഥം, ഡു ചെയ്യുക, ഡിഡ്. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ, എന്താണ് കുട്ടി കേട്ടത്? ബോയ് ഹിയർ അബൌട്ട് ദ റിവർ, ആ റിവറിനെ കുറിച്ച്. ആരിൽ നിന്ന്? ഫ്രം ദ വില്ലേജേഴ്സ്. എന്താണ് കേട്ടത്? അതിൻ്റെ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തില്ലേ, നമ്മൾ വായിച്ച ആ ഭാഗത്ത് അതിൻ്റെ ആൻസറുണ്ട്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താണ് അതിൻ്റെ ആൻസർ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ് നമ്മൾ വായിച്ചത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ് അല്ലേ? ആ വെള്ളത്തിൽ അതിലുള്ള മത്സ്യങ്ങളെ കുറിച്ചും അതിലുള്ള പാറകളെ കുറിച്ചും ഒക്കെയാണ് കുട്ടി കേട്ടത് എന്ന് ഉത്തരവുണ്ട് അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 അവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ, വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫുട്ടഡ്? അപ്പോൾ അത് നല്ല ചോദ്യമാണ് അല്ലേ? വൈ ഡിഡ് ദ ബോയ്, എന്തുകൊണ്ടാണ് കുട്ടി ലൈക്ക് ഇഷ്ടപ്പെട്ടത് ടു വാക്ക് ബെയർ ഫുട്ടഡ്? ബെയർ ഫുട്ടഡ് നഗ്നപാതനായി, ചെരുപ്പില്ലാതെ നടക്കാൻ കുട്ടി എന്തുകൊണ്ടാണ്? ഹി കുഡിൻറ്റ് അഫോർഡ് എ ഷൂസ്, ബിക്കോസ് ഹി കുഡിൻറ്റ് അഫോർഡ് ഷൂസ് എന്ന് പറയുന്നത് എന്താണ്? അവന് ഈ ഷൂ വാങ്ങാൻ കഴിയാഞ്ഞിട്ടല്ല, മറ്റെന്താണ്? ബട്ട് ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. അപ്പോൾ അതായിരിക്കും അതിന്റെ ആൻസർ, നിങ്ങൾ അടയാളപ്പെടുത്തിച്ചോ. ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ക്ലിയർ അല്ലേ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? എന്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഹൗ എന്ന് ക്വസ്റ്റ്യൻ ആരംഭിക്കും. ഹൗ, എങ്ങനെ. ഹൗ ഡിഡ്, എങ്ങനെ സംഭവിച്ചു? ബോയ് ഗെറ്റ് എ ചാൻസ്, അവനൊരു അവസരം കിട്ടി. എന്തിനു വേണ്ടി? ടു സീ ദ റിവർ. അവിടെ ടു എന്നുള്ള പ്രിപ്പോസിഷൻ ചേർക്കുന്ന ശ്രദ്ധിക്കണം നിങ്ങൾ. ഏതിനെ നമ്മൾ അതിനെ കാണാൻ എന്ന അർത്ഥത്തിൽ ടു സീ ദ റിവർ, റിവറിനെ കാണാൻ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു അവസരം കൈവന്നതെന്നാണ് ചോദ്യം. എങ്ങനെയായിരുന്നു? ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. എവിടെ? വീട്ടിൽ. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ബിഫോർ ദേ റിട്ടേൺ, ദേ വുഡിൻ നോ വേർ ഹി ഹാഡ് ബീൻ. ഇതൊക്കെ വേണോ ഇതിന്റെ ഉത്തരം? വേണ്ട. അപ്പൊ നമ്മൾ പാരഗ്രാഫ് അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെയാണ് അതിന്റെ ഉത്തരം ആവശ്യമുള്ളത്. ആ ഭാഗം മാത്രമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത്. എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ബോയ് ഗെറ്റ് എ ചാൻസ് എന്നാണ്. അവൻ എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അവന്റെ അച്ഛനും അമ്മയും അവിടെ ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി എന്നുള്ളതല്ലേ കാരണോ? ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവനെ സ്വന്തമായി വീട്ടിൽ ഉപേക്ഷിച്ച് അവർ പോയി. ആ ഒരു അവസരമാണ് അവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നൗ ദ ഫസ്റ്റ് 4 paragraphs we already discussed. We read thoroughly and we check the words, sentences, the meaning,
and the message of the story, everything we have understood. The 4 question also, the first 4 questions, 1, 2, 3, 4. This also we already clear it. You have to write in your notebook 1, 2, 3, 4, and you have to write the difficult words. Then you can write it in Malayalam, your regional language also, the meaning of the word if you need. Then some of the words I told you, the past tense of the verb. So that also you have to read it, to write it. And opposite word also something I told. Then phrase also I said, in front of എന്ന മുമ്പിൽ എന്ന അർത്ഥം. ഇത്രയും കാര്യങ്ങളൊക്കെ ഹെഡിങ് ഒക്കെ കൃത്യമായിട്ട് എഴുതി നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ ദ ഫീച്ചേഴ്സ് എന്ന വാക്ക് നമ്മൾ പഠിച്ചില്ലേ, സവിശേഷത, നല്ല ഭംഗി, ആ നല്ല സ്പെഷ്യൽ ഫീച്ചേഴ്സ്. യുവർ നോട്ട്ബുക്ക് ഷുഡ് ബി എ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. I would look it. I will visit your home to check your notebook and I will give marks. Okay, guys? Thank you. Goodbye.